MGRന്റെ മരണത്തിന് ശേഷം തമിഴകം ഇത്രയേറെ നൊമ്പരപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോളോ ആശുപത്രിയിലും രാജാജി ഹാളിലും മെറീന ബീച്ചിലും നിറഞ്ഞു നിന്ന തമിഴരുടെ തേങ്ങൽ അവരുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. തമിഴകത്തിന്റെ രാഷ്ട്രീയത്തിൽ ജയലളിത അടയാളപ്പെടുത്തിയത് ഇനി ആർക്കും രേഖപ്പെടുത്താനാകാത്ത ചരിത്രമാണ്. വിട പറയുമ്പോഴും ആ വീറും വാശിയും അവർ പ്രകടിപ്പിച്ചു. കണ്ണീരണിഞ്ഞ ജനസാഗരത്തെ സാക്ഷി നിർത്തി ഇതയക്കനിക്ക് MGRന്റെ ചാരത്ത് അന്ത്യവിശ്രമം. കണ്ണീരണിഞ്ഞ ഒരു പകൽ നീണ്ട വികാരനിർഭരമായ യാത്രാമൊഴികൾ ഏറ്റുവാങ്ങി തമിഴ്നാടിന്റെ അമ്മ ജയലളിത ഉജ്ജ്വല സ്മരണയായി. I am deeply sad at the sad demise of Jayalalitha ji. I knew her for all these years. She is a fighter. Until the last moment, she fought against the cruelty of disease and sufferings. All other battles she won. രാജാജി ഹാളിന്റെ മുറ്റത്തുനിന്ന് അലങ്കരിച്ച പ്രത്യേക വാഹനത്തിലാണ് ജയലളിതയുടെ മൃതദേഹം മഹാസമുദ്രത്തിന്റെ തീരത്തേക്ക് എത്തിച്ചത്. മൃതദേഹം വഹിക്കുന്ന വാഹനത്തിൽ ജയലളിതയുടെ തോഴി ശശികലയും അടുത്ത ബന്ധുക്കളും മാത്രം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ വിലാപയാത്രയിൽ പങ്കുചേർന്നു. പാതക്കിരുവശവും അമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത്. മുഖ്യമന്ത്രിയായിരിക്കെ പലതവണ പാഞ്ഞുപോയ അതേ വഴിയിലൂടെ അമ്മയുടെ അന്ത്യയാത്ര. പാതയുടെ വശങ്ങളിലെ കെട്ടിടങ്ങൾക്കു മുകളിലും മതിലുകളിലും വൃക്ഷത്തലപ്പുകളിലും വരെ മക്കൾ അമ്മയ്ക്ക് പ്രണാമമർപ്പിക്കാൻ കാത്തിരുന്നു. മറീന ബീച്ച് അക്ഷരാർത്ഥത്തിൽ മനുഷ്യസാഗരമായി. MGR സ്മൃതി മണ്ഡപത്തോട് ചേർന്നാണ് സംസ്കാരം നടത്തിയത്. ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. തോഴി ശശികലയാണ് മരണാനന്തര ചടങ്ങുകൾ ചെയ്തത്. ദേശീയ നേതാക്കളും ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അണമുറിയാത്ത ജനപ്രവാഹവും അന്ത്യചടങ്ങുകൾക്ക് സാക്ഷിയായി. അസ്തമയ സൂര്യനൊപ്പം തമിഴ്നാടിന്റെ വെട്ടവും അണഞ്ഞു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജാജി നഗറിൽ ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണി മുതൽ തന്നെ രാജാജി ഹാളിലേക്ക് ജനമെത്തിത്തുടങ്ങി. 7 മണിക്ക് മുൻപേ ജയലളിതയുടെ മൃതദേഹം അവിടേക്ക് എത്തിച്ചു. ആദ്യ 1 മണിക്കൂറിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായെങ്കിലും പിന്നീട് എല്ലാം കൈവിട്ടുപോയി. ഹൃദയം നുറുങ്ങിയ വേദനയോടെ അമ്മയെ അവസാനമായി കാണാൻ അവരെത്തി. 1:30-ക്കാണ് പ്രധാനമന്ത്രി എത്തിയത്. പ്രതിപക്ഷ നേതാവ് MK സ്റ്റാലിൻ, രജനീകാന്ത്, നടി ഖുഷ്ബു എന്നിവർ ഉച്ചയ്ക്ക് മുൻപെത്തി. രാഷ്ട്രപതി പ്രണബ് മുഖർജിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമൊക്കെ ഉച്ച കഴിഞ്ഞാണ് എത്തിയത്. നിശ്ചയിച്ചതിലും അരമണിക്കൂർ വൈകി വിലാപയാത്ര ആരംഭിച്ചു. MGRന്റെ മരണത്തെയും വിലാപയാത്രയെയും സംസ്കാര ചടങ്ങുകളെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ജയലളിതയുടെ അവസാന യാത്രയും. തമിഴകത്തിന്റെ കണ്ണീരൊഴുക്കിലൂടെ ഇതുപോലൊരു ഡിസംബറിലാണ് MGRും മറീന തീരത്തെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് യാത്രയായത്. രാജാജി നഗറിലൂടെ തമിഴകത്തിന്റെ നായകൻ യാത്രയാകുമ്പോൾ ശവമഞ്ചത്തിൽ അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ട ജയലളിതയും എത്തി. ഡെഡ് ബോഡി എടുക്കാൻ തുടങ്ങണു എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇവർ ഒരു തമിഴ് സിനിമ സ്ക്രിപ്റ്റ് പോലെ ഡ്രസ്സൊക്കെ മാറി ഒരു വെള്ളയും കൊടുത്ത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഗൺകാരേജിന്റെ മുകളിൽ ചാടി കയറുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രഗതി നിർണയിച്ച ഈ നിമിഷങ്ങൾ മാതൃഭൂമി ഫോട്ടോഗ്രാഫറായിരുന്ന രാജൻ പൊതുവാൾ ഇപ്പോഴും ഓർക്കുന്നു. കയറി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്, ഇതിന് മുകളിൽ ഇരിക്കാൻ പറ്റാണല്ലോ. അങ്ങനെ ഈ ഡെഡ് ബോഡി തള്ളി നീക്കുകയാണ്. എന്നിട്ട് കയറി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ജാനകിയുടെ ആൾക്കാർ മനസ്സിലാക്കി ജയലളിത ഇതുപോലെ ഇരുന്ന് മറീന ബീച്ച് വരെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഭയങ്കര. അപ്പോൾ അവരെ ഇറക്കണം. അപ്പോൾ അവർ ബഹളം കൂട്ടിയപ്പോൾ നാച്ചുറലി പോലീസുകാരും മറ്റു ഉദ്യോഗസ്ഥരെല്ലാവരും കൂടിയിട്ട് ഇവർ എഴുന്നേക്കാൻ പറഞ്ഞു. പിന്നെ അവരെന്ത് ചോദിച്ചാൽ ഇപ്പോൾ കീഴ്പ്പെട്ടിന് ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഈ ഗൺകാരേജിന് മുകളിൽ കൂടെ നടന്ന് ഈ 15 അടി ഉയരുള്ള ആ ബെൻസ് ലോറിയുടെ മുകളിൽ കയറിയപ്പോഴാണ് ഈ ജാനകിയുടെ മരുമകൻ ദീപൻ തലയിപ്പിച്ച് നേരെ തള്ളിയിടുന്നത്.
MGRന്റെ നിഴലിനെ അപമാനിച്ചിറക്കിവിട്ടത് തമിഴ് മക്കൾ പൊറുത്തില്ല. അന്നത്തെ കണ്ണീരിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റു ജയലളിത. MGRന്റെ മരണവും ജയലളിതയുടെ ഉയർച്ചയും പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കിയെന്ന് മാത്രമല്ല, മരണശേഷം MGRന്റെ ഭാര്യ ജാനകിയെ മുഖ്യമന്ത്രിയാക്കാനും പാർട്ടിക്ക് കഴിഞ്ഞു. 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയിലെ പിളർപ്പ് മുതലെടുത്ത് DMK അധികാരത്തിലെത്തി. DMKയുടെ ഭരണകാലം ജയയ്ക്ക് പാർട്ടിയിൽ തന്റെ സ്ഥാനമുറപ്പിക്കാനുള്ള അവസരം കൂടിയായിരുന്നു. ജാനകി രാമചന്ദ്രൻ പിന്മാറിയതോടെ 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് ജയലളിത മുഖ്യമന്ത്രിയായി. പക്ഷേ ഭരണകാലയളവിലെ അഴിമതി കഥകൾ പിന്നീട് ജയലളിതയ്ക്ക് തിരിച്ചടിയായി. 1996 തെരഞ്ഞെടുപ്പിൽ DMK വീണ്ടും അധികാരത്തിലെത്തി. അഴിമതി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജയലളിതയെ അറസ്റ്റ് ചെയ്യുകയും കേസുകളുടെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി രൂപവൽക്കരിക്കുകയും ചെയ്തു. മുറിവേറ്റ ജയയുടെ മനസ്സ് പ്രതികാരം ചെയ്തത് അടുത്ത തവണ അധികാരത്തിലെത്തിയപ്പോൾ കരുണാനിധിയെയും 2 കേന്ദ്രമന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യിച്ചാണ്. എന്നാൽ 2001 തെരഞ്ഞെടുപ്പിൽ അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന അവർക്ക് മത്സരിക്കാനായില്ല. AIADMK അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെങ്കിലും സുപ്രീം കോടതി അയോഗ്യയാക്കിയതോടെ രാജിവെക്കേണ്ടി വന്നു. 91-96 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ 66.65 കോടി രൂപ സമ്പാദിച്ചെന്ന ആ കേസാണ് വാസ്തവത്തിൽ ജയലളിതയുടെ വീഴ്ചകൾക്ക് തുടക്കമിട്ടത്. 2014 സെപ്റ്റംബർ 27 ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിൽ വളപ്പിലെ കോടതി ജയലളിതയടക്കം 4 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 4 വർഷം തടവും 100 കോടി രൂപ പിഴയും വിധിച്ചു. 2014 ഒക്ടോബർ 18 ജയിൽ മോചിതയായ ജയയെ 2015 മെയ് 11 കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തരാക്കി. ஜெயலலிதா என்னும் நான் சட்டப்படி அமைக்கப்பெற்ற பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். തന്റെ രാഷ്ട്രീയ ഗുരുവായ MGRന്റെ പാത പിന്തുടർന്നാണ് ജയലളിത ഭരണരംഗത്തും തിളങ്ങിയത്. 2001-2006 കാലഘട്ടത്തിൽ അവർ കാഴ്ചവെച്ച മികച്ച ഭരണത്തെ എതിരാളികൾ പോലും പ്രശംസിക്കും. വിമർശകർക്ക് പറയാൻ ഏറെയുണ്ടെങ്കിലും ജയലളിതയുടെ ഭരണകാലം പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും അനുഗ്രഹീത കാലമാണ്. അവർ നടപ്പാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെട്ടു. അമ്മ ഇഡലി മുതൽ അമ്മ സിമന്റ് വരെ സാധാരണക്കാരന് വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവർക്ക് കിട്ടി. വിദ്യാർത്ഥികൾക്കായി നിരവധി പദ്ധതികൾ കൊണ്ടുവന്ന ജയലളിത സർക്കാർ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കും വിവാഹത്തിനുമായി കൊണ്ടുവന്ന പദ്ധതികൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രായോഗികമായിട്ട് ഒരു നയം നടപ്പാക്കുക എന്നതിനാണ് ജയലളിത എപ്പോഴും മുൻഗണന നൽകുന്നത്. ആ ഒരു സമീപനം തന്നെയാണ് മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നുള്ള ജയലളിതയുടെ ആ ഒരു നടപടിക്ക് പിന്നിലുള്ളത്. 1/4 നൂറ്റാണ്ടിന് ശേഷം തമിഴ്നാട്ടിൽ ഭരണ തുടർച്ചയ്ക്ക് ഇടയാക്കിയതും ഈ അമ്മ ടച്ച് തന്നെ. വീണ്ടും ഭരണത്തിലെത്തിയപ്പോൾ ആദ്യം അവർ ചെയ്തത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയാണ്. തൊട്ടുപിറകെ സ്ത്രീകളുടെ പ്രസവാവധി 9 മാസമാക്കി ഉയർത്തി. അങ്ങനെ ജനക്ഷേമ പദ്ധതികളിലൂടെ കെ കാമരാജിനും MGRനും ശേഷം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനമനസ്സിൽ കുടികൊള്ളാനുള്ള ഭാഗ്യം പുരട്ചി തലേവിക്കും ലഭിച്ചു.